നീ ഞങ്ങൾക്ക് ആ സൗഭാഗ്യം നൽകണമല്ല. ഒരുപാട് പേര് ദുആരക്കാൻ വേണ്ടി പറഞ്ഞു. സൗദി കമ്മിറ്റി എന്ന് പറയുമ്പോൾ സൗദിയിലുള്ള നമുക്ക് നാട്ടിന്റെ ഏത് മത സ്ഥാപനങ്ങളാവട്ടെ, മത പ്രവർത്തനങ്ങളാവട്ടെ, പള്ളിയുടെ പരിപാലനങ്ങളാവട്ടെ, നാം ആദ്യമായി വിളിക്കുന്നത്, മെസ്സേജ് ഇടുന്നത് സൗദി യുവാക്കളിലേക്കാണ്. പക്ഷെ അവരുടേതായ ജീവിതം, പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനെ കണ്ടവർക്കേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവർ പണം കായ്ക്കുന്ന മരങ്ങളല്ല. അവർക്ക് കഷ്ടപ്പാടുകളുണ്ട്, വേദനകളുണ്ട്. ചുരുങ്ങിയ മുറികളിൽ കിടക്കുന്നവരാണ്, രാത്രി ഉറക്കൊഴിയുന്നവരാണ്. തൻ്റെ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ച് തൻ്റെ ജീവിതത്തിന്റെ രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രവാസികളായവരാണ്. അവർക്കും പ്രയാസങ്ങളുണ്ട്. എന്നാലും അതൊക്കെ മാറ്റിവെച്ച് ഒരു മെഴുകുതിരികളെ പോലെ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുവാൻ വേണ്ടി സ്വന്തം ഉരുകിത്തീരുന്ന ഒരു സമൂഹമാണ് പ്രവാസികൾ. അല്ലാഹുവേ, അവരുടെ പ്രവാസ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. നേരത്തെ സൂചിപ്പിച്ചു, ഷരീഫ് പല്ലമച്ചൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരാളായിരുന്നു. പ്രവാസ ലോകത്തിൽ പ്രവാസിയായിക്കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകി മരിച്ചുപോയി. അള്ളാഹുവെ, അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണം. അല്ലാഹ് മഗ്ഫിറത്ത് മർഹമത്ത് നൽകണം തമ്പുരാനെ. സമയം ഒരു 5 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായി നിർത്തുന്നില്ല. എല്ലാവരും ഒന്ന് എണീച്ചു നിൽക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ